സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് കരാർ ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് സഖ്യരൂപീകരണം എന്നത് ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, ഇപ്പോൾ ഇതാ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ? ഈ മൂന്ന് രാജ്യങ്ങളും ഒരു സംയുക്ത സൈനിക കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഈ കരാറിൻ്റെ ഒരു നിയമം അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ, മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് മൂന്ന് രാജ്യത്തിന് നേരെ നടന്ന ആക്രമണമായി കണക്കാക്കും. അതായത് ഒരു രാജ്യത്തിൻ്റെ ശത്രു മറ്റ് രണ്ട് രാജ്യങ്ങളിലെ കൂടി ശത്രുവാകും. അങ്ങനെ ഒരു സംയുക്ത സൈനിക നീക്കത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് 2025 സെപ്റ്റംബറിലൊക്കെ പാകിസ്ഥാനും അതുപോലെ തുർക്കിയും സമാനമായ ഒരു കരാറിൽ എത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നെങ്കിലും പക്ഷേ സൗദിയാണ് ആദ്യം പാകിസ്ഥാനുമായി ഇതുപോലെ ഒരു കരാർ ഒപ്പുവെക്കുന്നത്. അങ്ങനെ അന്ന് ഇരു രാജ്യങ്ങളും ഒരു സൈനിക കരാർ സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ചിരുന്നു. ഇപ്പോൾ അതിലേക്ക് തുർക്കി കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിശാലമായ ഒരു സഖ്യമായി വരുന്നു. എന്നാൽ ഇതൊരു സഖ്യസേന എന്ന അർത്ഥത്തിൽ ഇതിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു പ്രതികരണം. പക്ഷേ ഇവിടെ ഒരു പ്രധാന വിഷയം ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തുള്ള ഈ രാജ്യങ്ങളിൽ ഒരു സഖ്യം, ഒരു ഇന്ത്യക്ക് താല്പര്യമില്ലാത്ത പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഒരു സൈനിക സഖ്യം വരുന്നു എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗൗരവത്തിൽ കണക്കാക്കുന്ന ഒരു വിഷയമാണ്. ഏതായാലും മെക്കയിൽ വെച്ച് ഈ മൂന്ന് രാഷ്ട്രത്തിൻ്റെ നേതാക്കൾ, അതായത് പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് ഷെഹബാസ് ഷെരീഫും അതുപോലെ സൗദിയെ പ്രതിനിധീകരിച്ച് കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും അതോടൊപ്പം തന്നെ തയ്യിബ് എർദോഗാനും തുർക്കിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ജോയിന്റ് ഡിക്ലറേഷനിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും ഇനി ഒരു ഒറ്റക്കെട്ടായി ഒരു സൈനിക ശക്തിയായി നിലയുറപ്പിക്കും എന്നതാണ് അതിലെ പ്രധാന കാര്യം. അത് ഇന്ത്യ വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ശരി, മനു ഭരത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളുമായി കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് രാജ്യങ്ങൾ, പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ, ഇവർ മൂന്നുപേരും കൂടെ ഒറ്റക്കെട്ടാവുമ്പോൾ ഇന്ത്യക്ക് അതൊരു വെല്ലുവിളി ആകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്.